ഇത്തവണത്തെ ഓണത്തിന് സാധാരണക്കാരന്റെ പോക്കറ്റ് കീറുമെന്നായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. കാരണം എണ്ണയുടെ വിലയൊക്കെ 500-ന് മേലെ എത്തിയിരുന്നു. എന്നാൽ കൃത്യസമയത്ത് സർക്കാർ ഒരു ഇടപെടൽ നടത്തി. ഇവിടെ എണ്ണയ്ക്ക് വെറും 339 രൂപയാണ് വില. എണ്ണയ്ക്ക് മാത്രമല്ല, എല്ലാ സാധനങ്ങൾക്കും, ഒരു അടുക്കളയിലേക്കല്ല, ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങൾക്കും ഇവിടെ വൻ വിലക്കുറവാണുള്ളത്. ഇത് ഞാൻ പറയുന്നതിലുപരി ഇവിടുത്തെ തിരക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. രാവിലെ 10 തൊട്ട് രാത്രി 8 വരെ ഇവിടെ ഒരേ തിരക്കാണ്. ഓണത്തോടനുബന്ധിച്ച് 2.5 ലക്ഷം ക്വിൻ്റൽ ഭക്ഷ്യസാധനങ്ങൾ സർക്കാർ സംഭരിച്ചിട്ടുണ്ട്. 1 ലക്ഷത്തിലധികം ക്വിൻ്റൽ അരി, 16,000 ക്വിൻ്റൽ ഉഴുന്ന്, 45,000 ക്വിൻ്റൽ പഞ്ചസാര എന്നിവയാണ് ശേഖരിച്ചിട്ടുള്ളത്. സബ്സിഡി നിരക്കിലുള്ള മുളക് 1/2 കിലോയിൽ നിന്ന് 1 കിലോയാക്കി. ഇതിനു പുറമെ കാർഡ് ഒന്നിന് 20 കിലോ പച്ചരിയോ പുഴുക്കരിയോ 25 രൂപ നിരക്ക് സ്പെഷ്യലായി അനുവദിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ടോ? എല്ലാ സാധനങ്ങളും ഉണ്ട്. വില എങ്ങനെയുണ്ട്? വില കുഴപ്പമില്ല. സർക്കാർ പറഞ്ഞ അതേ സാധനങ്ങളുടെ വില, ആ വില തന്നെയാണോ ഇവിടെ കാണിക്കുന്നത്? അതെ. വെളിച്ചെണ്ണ സാധാരണക്കാർ നല്ല അഫോർഡബിൾ റേറ്റിലാണ് കിട്ടിയിരിക്കുന്നത്. അതെന്തായാലും ഇപ്രാവശ്യത്തെ ഓണം അടിപൊളിയാക്കുക എല്ലാവരും. സാധനങ്ങളൊക്കെ മേടിച്ചോ? സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. എങ്ങനെയുണ്ട്? വില കുറവുണ്ടോ? വില ഇവിടെ വ്യത്യാസമുണ്ട്, കുറവുണ്ട്. നല്ല കുറവുണ്ട്, നല്ല മാറ്റമുണ്ട്. ഓണത്തിനുള്ള എല്ലാ സാധനം മേടിച്ചപ്പോൾ ഏകദേശം വാങ്ങിച്ച് ഇനി വാങ്ങിക്കാറുണ്ട്. ലാഭമുണ്ട്, വാങ്ങാനായിട്ട് ലാഭമുണ്ട്. അത് കൈ ലാഭമുണ്ട്. കൈ നിറച്ച് സാധനം കിട്ടി. കൈ നിറയെ ഓണത്തിന് അടിപൊളിയാണ്. അടിപൊളിയാക്കാൻ സർക്കാരിന്റെ ഈ പദ്ധതി എന്തായാലും അടിപൊളിയാണ്. കുറച്ച് പൈസ കുറെ സാധനമാണ്. കുറെ സാധനം. അതെ അതെ. എന്തായാലും നഷ്ടമായിട്ടില്ല. ലാഭമാണ്. ആൾക്കാർക്ക് വളരെ ഉപയോഗമുള്ള ഒരു കാര്യമാണത്. കാരണം സാധനങ്ങൾ വില കുറച്ച് കിട്ടുന്നുണ്ട്, പിന്നെ എളുപ്പം വന്ന് വാങ്ങിച്ചു പോവാം. വളരെ ഉപയോഗമുള്ള ഒരു കാര്യമാണ്. എണ്ണയ്ക്കൊക്കെ ഭയങ്കര വിലയായിരുന്നു. പക്ഷെ ഇവിടെ അത് 330 രൂപയ്ക്കൊക്കെ എണ്ണ കിട്ടുന്നുണ്ട്. മറ്റേ 425 കൊടുക്കണം വെളിയിൽ. അത് ഭയങ്കര ഒരു ആശ്വാസമല്ലേ. സാധനങ്ങളൊക്കെ മേടിച്ചു. എങ്ങനെയുണ്ട്? ഓഫറുണ്ട്. വിലക്കുറവാണ്. സബ്സിഡി ഐറ്റങ്ങൾ വളരെയധികം തരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റേ കമ്പനി ഐറ്റങ്ങൾക്കെല്ലാം വിലക്കുറവുണ്ട്. നല്ല രീതി. എണ്ണയ്ക്ക് എങ്ങനെയുണ്ട് വില? വെളിച്ചെണ്ണയ്ക്ക് വളരെ വിലക്കുറവല്ല. 300 രൂപയ്ക്കുള്ളത് 339 രൂപ. ഏതാണ്ട് 500 കടക്കാനായത്. അതിന് സർക്കാരിന്റെ ഇടപെടൽ തീർച്ചയായിട്ടും ഉണ്ടല്ലോ. അത് പ്രത്യേകിച്ച് പറയണം. സർക്കാരിൻ്റെ അവിടെ ഇല്ല, നടക്കത്തില്ല. സർക്കാർ നല്ല രീതിയിൽ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. സബ്സിഡി അതുകൊണ്ടല്ലേ കൊടുക്കാനൊക്കുന്നു. അല്ലെങ്കിൽ 500 ചില്ലാൻ രൂപയ്ക്കല്ല നമുക്ക് മേടിക്കാനും. സർക്കാരിൻ്റെ നല്ല രീതിയിലുള്ള ഇടപെടലുണ്ട്. ഓണത്തിന് മുമ്പ് തന്നെ 500-ലേക്ക് കുതിച്ചുയർന്ന വെളിച്ചെണ്ണ വില മൊത്ത വിപണിയിൽ കിലോഗ്രാമിന് 339 രൂപയിലേക്ക് പിടിച്ചു നിർത്താൻ ഭക്ഷ്യവകുപ്പിന് ഫലപ്രദമായ വിപണി ഇടപെടലിലൂടെ സാധിച്ചിട്ടുണ്ട്. ഇതാണ് ജനങ്ങളെ ഏറ്റവും ആകർഷിക്കുന്നത്. സർക്കാരിന്റെ ഇടപെടലിന്റെ ഫലമായി പച്ചക്കറി വിലയും താഴ്ന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. അതിനാൽ അധികമല്ല, ഒട്ടും തന്നെ പോക്കറ്റ് ചോരാതെ സാധാരണക്കാരന് ഇത്തവണത്തെ ഓണം ഗംഭീരമാക്കാം. അതെ, ഒരു 10-15 വരെ ഒരു സമയം കയറ്റി വിടും. അത് ബില്ല് ചെയ്ത് ഒതുങ്ങുന്ന സമയത്ത് അടുത്ത ആളിനെ കയറ്റും. ഒരു സെക്ഷൻ പോയി കഴിഞ്ഞാൽ അടുത്ത സെക്ഷൻ കയറുള്ളൂ. ഉള്ളിൽ അത്രയും തിരക്കുണ്ടാവില്ല. ഇവർക്കും ഒന്ന് സ്വൈരമായിട്ട് ഇരുന്ന് ഉള്ളിൽ കയറുന്നവർക്ക് സമാധാനമായിട്ട് നോക്കി. അതെ. സർക്കാർ എത്ര വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതെന്ന് ഇവിടുന്ന് പോകുന്ന ഓരോരുത്തരുടെയും ബാസ്ക്കറ്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. സാധാരണക്കാരന്റെ മനസ്സറിഞ്ഞ് അവസ്ഥ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ് നമുക്കൊരു നല്ല ഓണം സമ്മാനിച്ചിരിക്കുന്നത്.